भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാന്റെ പൂജാവിധികൾ ഭഗവാൻ തന്നെ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന ഏകാദശ സ്കന്ധത്തിലെ 27ാമത്തെ അധ്യായം ക്രിയായോഗം. അതാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാഗവതം അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 877ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ 27ാമത്തെ അധ്യായത്തിൽ 44ാമത്തെ ശ്ലോകം മുതൽ ഇന്നലെ പ്രസന്ന പൂജ നിർവഹിച്ച് ഭഗവാന് പുഷ്പാഞ്ജലി കഴിക്കണം എന്ന് പറഞ്ഞു. വിവിധങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, ഉപഗായൻ ഗൃണൻ നൃത്യൻ കർമാണ്യഭിനയൻ മമ മൽക്കഥാശ്രാവയൻ ശൃണ്വൻ മുഹൂർത്തം ക്ഷണികോ ഭവേൽ. ഉപഗായൻ ഭഗവാന്റെ അടുത്തിരുന്ന് ഗാനം ചെയ്യുന്നവനായിട്ട്, ഗൃണൻ കീർത്തിക്കുന്നവനും, നൃത്യൻ നർത്തനം ചെയ്യുന്നവനുമായിട്ട്, മേ എൻ്റെ, കർമാണി അഭിനയൻ എൻ്റെ കർമ്മങ്ങളെ അഭിനയിക്കുന്നവനായിട്ട്, മൽകഥാശ്രാവയൻ എൻ്റെ കഥകളെ കേൾപ്പിക്കുന്നവനായിട്ട്, ശൃണ്വൻ കേൾക്കുന്നവനായിട്ട്, മുഹൂർത്തം ക്ഷണികഃ ഭവേൽ അല്പസമയം ഒരു തിരക്കും ഇല്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നാണ്. പൂജ കഴിഞ്ഞാൽ ഭഗവാനെ ഭജിക്കുന്നതിനും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതിനായിട്ട് എന്തു വേണം? കീർത്തനങ്ങളൊക്കെ പാടണം, നാമസങ്കീർത്തനം ചെയ്യണം. ഭഗവാൻ ചെയ്ത അനേക ലീലകൾ താനും അഭിനയിച്ചു കാണിക്കണം. ഭഗവത് കഥകൾ വായിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുക. ഇനി മറ്റുള്ളവർ വായിക്കുകയാണ്, അവർ പറയുകയാണെങ്കിൽ അതിനെ കേൾക്കുക. ഇങ്ങനെ സമയം ഭഗവത് ഭക്തിയോടുകൂടി
വിനിയോഗിക്കണം എന്നാണ്. മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കരുത്. മുഹൂർത്തേ ക്ഷണിക, അല്പസമയം ബന്ധപ്പെടാത്തവനായിട്ട് തിരക്കില്ലാതെ. ഇപ്പോൾ ഈ സമയത്ത് സമയമില്ല എന്ന് വിചാരിച്ചും കൊണ്ട് ഇത് ചെയ്യരുത്. വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഭക്തിയോടുകൂടി ഇതൊക്കെ ചെയ്യണം. പിന്നെ സ്തവൈരുച്ചാവചൈ സ്തോത്രൈ പൗരാണൈ പ്രാകൃതൈരപി സ്തുത്വാ പ്രസീദ ഭഗവന്നിതി വന്ദേ തദണ്ഡവൽ. ഉച്ചാവചൈഹി, പലതരത്തിലുള്ള പൗരാണൈ, പുരാണത്തിലുള്ളതും പ്രാകൃതൈ, ദേശഭാഷകളിൽ നമ്മുടെ സാധാരണ ഭാഷയിലൊക്കെ ഉള്ളതായിട്ടുള്ള സ്തവൈ, സ്തോത്രങ്ങൾ കൊണ്ട്, സ്തോത്രൈ, ആ കീർത്തനങ്ങൾ കൊണ്ടും, സ്തുത്വ, സ്തുതിച്ചിട്ട് ഭഗവാനോട് എന്ത് പ്രാർത്ഥിക്കണം? ഭഗവാൻ, ഹേ ഭഗവാനെ, പ്രസീദ, എന്നിൽ പ്രസാദിക്കണേ എന്ന് പറഞ്ഞും കൊണ്ട് ദണ്ഡവൽ വന്ദേത, ദണ്ഡം പോലെ വന്ദിക്കണം, ദണ്ഡ നമസ്കാരം ചെയ്യണം. ഒരു വടി വീഴുന്നത് പോലെ വീണ് അങ്ങോട്ട് നമസ്കരിക്കണം എന്നാണ് പുരാണത്തിലുള്ള ഓരോ കീർത്തനങ്ങൾ. പല ഭക്തന്മാർ ദേശഭാഷകളിൽ ഉണ്ടാക്കിയിട്ടുള്ള കീർത്തനങ്ങൾ, സ്തുതികൾ, ഇതുകൊണ്ടൊക്കെ ഭഗവാനെ പൂജിക്കണം, സ്തുതിക്കണം. ഹേ ഭഗവൻ പ്രസാദിക്കണേ, ഭഗവാനെ എന്നോട് പ്രസാദമുള്ളവനായിട്ട് തീരണേ, എന്നെ രക്ഷിക്കണേ എന്നുള്ള ആ ഒരു ഭാവത്തോടുകൂടി ഭഗവാനെ വീണ് നമസ്കരിക്കുക. ശിരോമത്പാദയോ കൃത്വാ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീശാ ഭീതം മൃത്യുഗ്രഹാർണവാൽ. മത്പാദയോ ശിരഃ കൃത്വാ, എൻ്റെ പാദങ്ങളിൽ ശിരസ് ചേർത്തു വെച്ചിട്ട്, ബാഹുഭ്യാം പരസ്പരം, കൈകൾ കൊണ്ട് അന്യോന്യം ചേർത്ത് പിടിച്ചിട്ട്, കാലിലിങ്ങനെ ചേർത്ത് പിടിച്ച്, ഈശാ ഭീതം പ്രപന്നം, ഈശ്വര ഭയപ്പെട്ട് ശരണാഗതനായിരിക്കുന്ന മാം, എന്നെ മൃത്യുഗ്രഹാർണവാൽ, മരണമാകുന്ന മുതലയിൽ നിന്ന്, ആ മരണമാകുന്ന മുതല നിറഞ്ഞ സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാന്റെ പാദത്തിൽ ശിരസ് സമർപ്പിച്ച് കൈകൾ കൊണ്ട് ശിരസിനെയും ആ പാദങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് ഭഗവാനെ സംസാര സമുദ്രത്തിൽ, അതിഭീകരന്മാരായ മുതലകൾ നിറഞ്ഞ സംസാര സമുദ്രത്തിൽ അകപ്പെട്ടിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന എന്നെ, അവിടുന്ന് മാത്രമാണ് ഏക അഭയം എന്ന് കരുതിയിരിക്കുന്ന എന്നെ, അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ രക്ഷിക്കണേ, ജനന മരണഭീതി ഇല്ലാതെയാക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാലോ, ഇതി ശേഷാം മയാദത്താം ശിരസ്യാധായ സാദരം ഉദ്വാസേച്ചേദുദ്വാസ്യം ജ്യോതിർജ്യോതിഷി തത്പുനാ. ഇതി മയാ ദത്താം, ഇപ്രകാരം എന്നാൽ നൽകപ്പെട്ടതായ ശേഷത്തെ, ആ സാദരം, ആദരവോടുകൂടി ശിരസിൽ ആധായ ധരിച്ചിട്ട്, ഉദ്വാസ്യം ചേൽ, ഉദ്വസിക്കത്തക്കതാണെങ്കിൽ, ജ്യോതിഷി, തേജസ്സിൽ ജ്യോതി ഇവ, തേജസ് എന്നതുപോലെ, പുന തത് ഉദ്വാസയേൽ. ഇപ്പോൾ അചലമായണമെങ്കിൽ ഉദ്വാസനം വേണ്ട എന്നാണ്. എന്നാൽ ചലിക്കുന്നതിലാണ്, അല്ലെങ്കിൽ പത്മവിട്ട് പൂജയൊക്കെ ആണെങ്കിൽ ഉദ്വസിക്കണം. ഇപ്പം ഇവിടെ പറയുകയാണ്, ഭഗവാനെ വീണ് നമസ്കരിച്ച ശേഷം ഭഗവാന്റെ എന്നാൽ നൽകപ്പെട്ടതായ ശേഷം, ആ ശേഷത്തെ, ആ പൂവിനെ, ഭഗവാന്റെ പാദകമലത്തിൽ വീണ് കിടക്കുന്ന പൂവിനെ എടുത്ത് വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ തന്നെ ധ്യാനിച്ചും കൊണ്ട് ശിരസിൽ ധരിക്കുക. ഉദ്വസിക്കേണ്ട സ്ഥാനത്തിലാണ് പൂജിച്ചതെങ്കിൽ ആ തേജോരൂപമായിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ആവാഹിച്ച ആ തേജസ്സിനെ ആ ഹൃദയത്തിലേക്ക് തന്നെ ഉദ്വസിക്കണം. ഒരു തേജസ്സിൻ്റെ അംശത്തെ അതോട് തന്നെ യോജിക്കുമ്പോൾ രണ്ടും കൂടി ചേർന്ന് ഒന്നായി ഭവിക്കുന്നത് പോലെ പൂജ്യനായി ഈശ്വരനും പൂജകനായിരിക്കുന്ന ജീവനും വീണ്ടും അഭേദമായി ബ്രഹ്മത്തിൻ്റെ അംശങ്ങളായി തീരുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ ബ്രഹ്മം തന്നെ പ്രത്യേകാത്മാവായിരിക്കുമ്പോൾ ആന്തരതത്വം
ആ മേൽപ്പറഞ്ഞ ആവാഹനം, ഉദ്വാസനം എന്ന ക്രിയകൾ കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ തത്വം അറിഞ്ഞവനാവണം തൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യത്തെ തന്നെയാണ് താൻ പൂജിക്കുന്നത് എന്ന് പൂജകൻ മനസ്സിലാക്കണം. അർച്ചാദിഷു യദാ യത്ര ശ്രദ്ധാ മാം തത്ര ചാർച്ചയേൽ സർവഭൂതേഷ്വാത്മനി ച സർവാത്മാഹമവസ്ഥിത. അർച്ചാദിഷു ബിംബാദികളിൽ യഥാ എത്ര ശ്രദ്ധ എപ്പോ ഏതൊന്നിൽ ആദരം ഉണ്ടാവുന്നുവോ തത്ര അതിൽ മാം അർച്ചയൻ എന്നെ പൂജിക്കണം. സർവാത്മാ എല്ലാറ്റിലും ആത്മാവായിരിക്കുന്ന ഞാൻ സർവഭൂതേഷു ആത്മനി അവസ്ഥിത എല്ലാ ഭൂതങ്ങളിലും തന്നിലും സ്ഥിതി ചെയ്യണു എന്നാണ്. 8 തരത്തിലുള്ള ബിംബങ്ങളെക്കുറിച്ച് ഭഗവാൻ ആദ്യം പറഞ്ഞു ഈ അധ്യായത്തിൻ്റെ 12ാമത്തെ ശ്ലോകത്തിൽ. ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഖ്യാച സൈകതി, മനോമയി, മണിമയി, പ്രതിമ അഷ്ടവിധാ സ്മൃത എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അതിനനുസരിച്ച് ഇവിടെ ഭഗവാൻ പറയുകയാണ് ഈ രീതിയിൽ എങ്ങനെയാണോ 8 വിധ ബിംബങ്ങളിൽ ഏതൊന്നിൽ ശ്രദ്ധയുണ്ടാവും ആ ബിംബം ആ പൂജകന് ശ്രേഷ്ഠം എന്നാണ്. അപ്പോൾ ബിംബങ്ങൾ ഒക്കെ തന്നെയും ശ്രദ്ധയ്ക്കനുസരിച്ചാണ്, ഭക്തിക്കനുസരിച്ചാണ് ശ്രേഷ്ഠമാവുന്നത്. എല്ലാത്തിലും ഭേദം കൂടാതെ ഭഗവാനുണ്ട്. അതുകൊണ്ട് സർവാത്മാവായി ഭവിച്ചവൻ എന്ന് അറിവുള്ളവർ എന്നെ സ്തുതിക്കുന്നു. സത്യത്തിൽ ഞാനില്ലാത്ത സ്ഥലമില്ല, ഞാനല്ലാതെ ഒരു സാധനവും ഇല്ല. അപ്പം എല്ലാത്തിലും സർവാത്മഭാവത്തെ അറിഞ്ഞിരിക്കുന്ന ആളുകൾ എല്ലാത്തിലും എന്നെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി പൂജിക്കും. ഇത് പൂജയുടെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് കാണിക്കുന്നു. ഏവം ക്രിയായോഗപഥൈ പുമാൻ വൈദികതാന്ത്രികൈ അർച്ചന്നുഭയത സിദ്ധിം മത്തോ വിന്ദത്യഭീപ്സതാം. ഏവം ഈ തരത്തിൽ വൈദിക താന്ത്രികൈഹി വേദത്തിലും തന്ത്രത്തിലും പറഞ്ഞിട്ടുള്ള ക്രിയായോഗപഥൈ ക്രിയായോഗ മാർഗങ്ങളാൽ മാം അർച്ചൻ എന്നെ പൂജിക്കുന്ന അഭീപ്സതാം ഇച്ഛിക്കുന്നവരുടെ മധ്യത്തിലുള്ള പുമാൻ പുരുഷൻ മത്തഹ എന്നിൽ നിന്ന് ഉഭയത സിദ്ധിം വിന്ദതി 2 ദിക്കിലും സിദ്ധിയെ നേടുന്നു എന്നാണ്. വേദത്തിലും തന്ത്രത്തിലും പറഞ്ഞിട്ടുള്ള പൂജാക്രമങ്ങൾ അത് വിസ്തരിച്ചു. അതിൽ എല്ലാ ക്രിയകൾ പ്രധാനമാണ്. ക്രിയായോഗങ്ങൾ എന്നാണ് അവയ്ക്ക് തന്നെ പേര്. അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സമ്പ്രദായം സ്വീകരിച്ചോളൂ. അത് വൈദികമാവാം, താന്ത്രികമാവാം, അല്ലെങ്കിൽ അത് രണ്ടും ചേർന്നിട്ടുള്ള മിശ്രഭാവമാവാം. ഏത് തരത്തിലാണെങ്കിലും എന്നെ പൂജിക്കുന്നവന് ഐഹികമായും ആമുഷ്മികമായും 2 തരത്തിലും ഭൗതികമായും ആത്മീയമായുമുള്ള ശ്രേയസ് ഉണ്ടാവുന്നു. പൂജ കൊണ്ട് ഫലം ആഗ്രഹിക്കുന്നവൻ്റെ ആഗ്രഹാനുസരണം ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. മദർച്ചാം സമ്പ്രതിഷ്ഠാപ്യ മന്ദിരം കാരയേൽ ദൃഢം പുഷ്പോദ്യാനാനി രമ്യാണി പൂജായാത്രോത്സവാശ്രിതാൻ. മദർച്ചാം സമ്പ്രതിഷ്ഠാപ്യ എൻ്റെ ബിംബത്തെ നന്നായി ഉറപ്പിച്ചിട്ട് മന്ദിരം ക്ഷേത്രത്തെ ദൃഢം കാരയിൽ ഉറപ്പായിട്ടും ചെയ്യിക്കണം. രമ്യാണി മനോജ്ഞങ്ങളായിരിക്കുന്ന പുഷ്പോദ്യാനാനി പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും പൂജായാത്രോത്സവാശ്രിതാൻ പൂജായാത്രോത്സവങ്ങളെ ആശ്രയിക്കുന്നവയും ഒക്കെ നിശ്ചയിക്കണം. എന്ന് വെച്ചാൽ സമ്പത്ത് ഉണ്ടെങ്കിൽ അല്ലേ, അതിന് സമർത്ഥനാണെങ്കിൽ അതിനുള്ള മുതൽ നീക്കി വെക്കണം. അപ്പോൾ ക്ഷേത്രം നിർമ്മിച്ച് അതിൽ പ്രതിഷ്ഠ നടത്തി പൂജാ പുഷ്പങ്ങൾ ചേർന്നിട്ടുള്ള ഉദ്യാനങ്ങളൊക്കെ ക്ഷേത്രത്തിലുണ്ടാക്കി നിത്യപൂജ, വിശേഷമായിട്ടുള്ള പൂജ, പുണ്യകാലങ്ങളിൽ പ്രത്യേകമായിട്ട് ഉത്സവം, ഇങ്ങനെ അതൊക്കെ ഏർപ്പാടാക്കുകയും അതിനുള്ള ധനം കണ്ടെത്തുക, ക്ഷേത്രങ്ങൾക്കായിട്ട് നീക്കിവെക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയുന്നു. പൂജാദീനാം പ്രവാഹാർത്ഥം മഹാപർവസ്വധാന്വഹം ക്ഷേത്രാപണപുരഗ്രാമാൻ ദത്വാ
മത്സാഷ്ടിതാമിയാൽ മഹാപർവസു വിശേഷ കാലങ്ങളിൽ. അതേപോലെ അന്വഹം നിത്യവും പൂജാദീനാം പ്രവാഹാർത്ഥം പൂജാദികളുടെ പ്രവാഹത്തിനായിട്ട് ക്ഷേത്രാപണ പുരഗ്രാമാൻ ക്ഷേത്രങ്ങൾ, തെരുവുകൾ, പട്ടണങ്ങൾ, ഊര് ഇവയെ ദാനം ചെയ്തിട്ട് മത്സാഷ്ടിതാം ഇയാൽ എന്നോട് സദൃശമായ അവസ്ഥയിലേക്ക് എത്തും ഇങ്ങനെയുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയാലുള്ള ഗുണം പറയുകയാണ്. വിശേഷകാലത്തിലും നിത്യ പൂജയും അതേപോലെ ഉത്സവം, നിവേദ്യം ഇതൊക്കെ മുടങ്ങാതെ നടക്കാൻ അതിന് യോജിച്ച കൃഷിസ്ഥലങ്ങൾ, അങ്ങാടികൾ, തെരുവുകൾ, പട്ടണങ്ങൾ ഇതൊക്കെ നീക്കിവെക്കുന്ന ആള് അല്ലെങ്കിൽ ഇതിനൊക്കെ ധനം ചെലവഴിക്കുന്ന ആള് എന്നെ പോലെ തന്നെ ഐശ്വര്യമുള്ളവനായി മാറും. ഐശ്വര്യം ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അതേ ഐശ്വര്യം നമുക്ക് തിരിച്ചു കിട്ടണു. ഭഗവാനാകുന്ന ബിംബത്തിൽ നമ്മൾ സമർപ്പിച്ചാൽ പ്രതിബിംബമാകുന്ന നമ്മളിൽ അത് കാണാൻ സാധിക്കും അല്ലേ? ബിംബത്തിൽ പൊട്ടുചാർത്തിയാൽ പ്രതിബിംബത്തിൽ കാണും എന്നുള്ളത് പോലെ ബിംബത്തിന് ഭഗവാന് സമർപ്പിച്ചാൽ അതിൻ്റെ ഫലം അതേപോലെ നമുക്ക് തന്നെ ലഭിക്കും. പ്രതിഷ്ഠയാ സാർവഭൗമം സത്മനാ ഭുവനത്രയം പൂജാദിനാ ബ്രഹ്മലോകം ത്രിഭിർ മത്സാമ്യതാമിയാൽ. പ്രതിഷ്ഠ കൊണ്ട് സാർവഭൗമത്വം, സാർവഭൗമം. സത്മന ക്ഷേത്രം കൊണ്ട് ഭുവനത്രയം 3 ലോകങ്ങള്. പൂജാദിന പൂജാതി കൊണ്ട് ബ്രഹ്മലോകം. ത്രിഭി ഈ പ്രതിഷ്ഠയും ക്ഷേത്രവും പൂജയും ചെയ്തു കഴിഞ്ഞാലോ മത്സാമ്യതാം എന്നോട് തുല്യമായിരിക്കുന്ന പദവിയിലേക്കും എത്തുമെന്നാണ്. പ്രതിഷ്ഠ നടത്തുന്നവൻ ചക്രവർത്തിയാവും, ക്ഷേത്രം നിർമ്മിച്ചാൽ ത്രിലോകങ്ങളുടെയും അധിപതിയാവും, പൂജ ചെയ്താൽ ബ്രഹ്മലോകത്തിലേക്ക് എത്താൻ സാധിക്കും. ഇത് 3 ചെയ്യുന്നവൻ ഞാൻ തന്നെയായി മാറും, എനിക്ക് തുല്യനായി മാറും. ഭഗവാൻ പറയുന്നു മാമേവ നൈരപേക്ഷേണ ഭക്തിയോഗേന വിന്ദതി ഭക്തിയോഗം സലഭത ഏവം യാ പൂജയേ തമാം. നൈരപേക്ഷേണ അപേക്ഷയോടുകൂടാത്തതായ ഭക്തിയോഗം കൊണ്ട്, ഭക്തിയോഗേന മാം ഏവ എന്നെ തന്നെ വിന്ദതി പ്രാപിക്കുന്നു. യാ ഏതൊരാളാണോ ഏവം മാം പൂജയേത ഈ തരത്തിൽ എന്നെ പൂജിക്കുന്നത് സാ ഭക്തിയോഗം ലഭത്തെ അവന് ഭക്തിയോഗത്തെ ലഭിക്കുന്നു. ഒരു ആഗ്രഹവുമില്ലാതെ നിസ്വാർത്ഥനായി ഭഗവാനെ പൂജിച്ചാൽ ഭഗവാൻ പറയുകയാണ് അവൻ എന്നിലേക്ക് തന്നെ എത്തുന്നു. ഏത് തരത്തിൽ പൂജിച്ചാലും എൻ്റെ ഭക്തൻ നിരപേക്ഷനായി മാറും. ആദ്യത്തിൽ ചിലപ്പോൾ പല അപേക്ഷകളും ഉണ്ടാവും, പല ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷേ അത് ആ ക്രിയായോഗം അനുഷ്ഠിക്കുന്നവൻ നിഷ്കാമ കർമാനുഷ്ഠാനത്തിലേക്ക് എത്തും, ഭക്തനായിട്ട് തീരും. ആ ഉത്തമ ഭക്തൻ എന്നിലേക്ക് തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും എന്ന് ഭഗവാൻ പറയുന്നു. യസ്വദത്താം പരൈർദത്താം ഹരേതസുരവിപ്രയോ വൃത്തിം സജായത്തെ വിഡ്ഭു വർഷാണാമയുതായുതം. സ്വദത്താം പരൈദത്താം താൻ നൽകിയത് അല്ലെങ്കിൽ മറ്റുള്ളവർ നൽകിയതായ സുരവിപ്രയോ ദേവബ്രാഹ്മണരുടെ ഉപജീവന മാർഗത്തെ യാ ഹരേത ആരാണോ ഹരിക്കുന്നത് സ അവൻ വർഷാണാം അയുതായുതം വർഷങ്ങളുടെ അനേക സംഖ്യാകാലം 10,000 കൊല്ലം വിഡ്ഭുക്ക് കാഷ്ഠം തിന്നുന്നവനായിട്ട് ജായത്തെ ജനിക്കും എന്നാണ്. അപ്പോൾ ക്ഷേത്രാദികളിൽ പൂജാനിവേദ്യാദികൾ നടത്തുന്നതും ബ്രഹ്മജ്ഞാനികളെ ആഹാരതികൾ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നതും അവരുടെ അനുഗ്രഹം സമ്പാദിക്കാൻ അന്നസത്രങ്ങൾ ഉറപ്പിക്കാനും മറ്റ് സുകൃതകാര്യങ്ങൾ നിർവഹിക്കാനും താൻ ഒരിക്കൽ സമർപ്പിച്ച മുതൽ മറ്റൊരിക്കൽ തനിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ വലിയ വലിയ സന്യാസാശ്രമങ്ങളുടെ അധിപതികളൊക്കെ അവരവരുടെ കാര്യത്തിന് വേണ്ടി മറ്റുള്ളവർ തരുന്നത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ അപകടമാണ്. ബ്രഹ്മസ്വം ദേവസ്വം തുടങ്ങി അപഹരിക്കുന്നത് ഭഗവാൻ നൃഗമോക്ഷത്തിലെ ആ കഥ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു അല്ലേ? ഹലാഹലമാണ് ഏറ്റവും വലിയ വിഷം എന്ന് വിചാരിക്കേണ്ട, ഇതിനേക്കാൾ വലുതാണ് ബ്രഹ്മസ്വത്തെയും ദേവസ്വത്തെയൊക്കെ അപഹരിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അനേകായിരം സംവത്സരം
അമേധ്യം തിന്നുന്ന, മലമൂത്രങ്ങളെ ഭക്ഷിക്കുന്ന ഏറ്റവും നീച ജന്തുക്കളായിട്ട് ജനിക്കും എന്ന് ഭഗവാൻ പറയുന്നു. കർത്തുശ്ച സാരഥേർ ഹേതോ അനുമോദിതുരേവ ച കർമ്മണാം ഭാഗിന പ്രേത്യ ഭൂയോ ഭൂയസി തദ്ഫലം. കർത്തുഃ ചെയ്യുന്നവനും, സാരഥേ സഹായിക്കുന്ന, ഹേതോ ഹേതു പുരുഷനും കാരണമായിരിക്കുന്നവനും, അനുമോദിതു ഏവച കൂടെ സന്തോഷിക്കുന്നവനും, ഭൂയസി അധികത്തിൽ, ഭൂയ അധികമായിട്ട്, തദ്ഫലം അതിൻ്റെ ഫലത്തെ, പ്രേത്യ ആ ഫലത്തെ മരിച്ചിട്ട്, കർമ്മങ്ങളുടെ ഭാഗിനഃ ഓഹരിക്കാർ പ്രാപിക്കും എന്ന് പറയുന്നു. അപ്പം ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ചെയ്യുന്നതിനെക്കുറിച്ച് സന്തോഷിക്കുന്നവനും ഈ ഭഗവാന്റെ പൂജകളുടെ പ്രത്യേകതയാണ്. ഏതേത് വിധത്തിലാണ് അവർ പങ്കുകൊള്ളുന്നത് അവർക്കൊക്കെ മരിച്ച ശേഷം അതിൻ്റെ ഫലം സിദ്ധിക്കുന്നു. എല്ലാം ചെയ്യുന്നവന് ഏറ്റവും വലിയ ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞും കൊണ്ടാണ് പൂജാവിധി നിരൂപണം അല്ലെങ്കിൽ ക്രിയായോഗം എന്നുള്ള ഈ 27ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 28ാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. നേരത്തെ വിസ്തരിച്ച് വളരെ വിപുലമായി ഭഗവാൻ പറഞ്ഞ ജ്ഞാനയോഗത്തെ ഒന്നുകൂടി ചുരുക്കി ഈ അധ്യായത്തിൽ വിവരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിൽ 29ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവനെ ബദരിയാശ്രമത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഉദ്ധവഗീത ഇവിടെ പൂർത്തിയാവും. അതിനുശേഷം പിന്നീട് ബലരാമസ്വാമിയുടെ സുധാമഗമനം, ഭഗവാന്റെ സുധാമഗമനം തുടങ്ങിയവയൊക്കെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ
ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ.
അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.